بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആശയാദർശങ്ങൾ, അതാണ് ഹനീഫിയത്ത്, മില്ലത്ത് ഇബ്രാഹിം എന്നെല്ലാം അറിയപ്പെടുന്നത്. അതേപ്രകാരം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹനീഫിയത്ത് തന്നെയാണ് ആദർശമായി പഠിപ്പിച്ചത്. അള്ളാഹു മാത്രമാണ് ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത്, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല എന്ന തത്വമാണ് അതിൻ്റെ കാതൽ. ദുൽഹിജ്ജ മാസത്തിൽ സവിശേഷമായ ഇബാദത്തുകളിൽ ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഹജ്ജ് കർമ്മം. യൗമുത് തർവിയ എന്നറിയപ്പെടുന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ ആദ്യത്തെ ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർക്കെല്ലാം തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വ്യതിചലിക്കാതെ പൂർണ്ണതയോടെ ആ ഇബാദത്തുകൾ നിർവഹിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീനിലെ ഈ ആയത്ത് നമുക്കെല്ലാം അറിയാം. ഇന്നേ ദിവസം അവരുടെ വായ അതിന് നാം സീല് വെക്കും, അവരുടെ കൈകൾ സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയതിന്. മരണം വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് വിചാരണ നൽകപ്പെടുന്ന സന്ദർഭം, അതാണ് നാം വിശദീകരിച്ചു പോകുന്നത്. അന്ന് വായകൾ സീല് വെക്കപ്പെടും, കൈകൾ സംസാരിക്കും, നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മൾ ഹറാമുകൾ ചെയ്തവരാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി പറയും, നിഷേധിക്കാൻ കഴിയില്ല. അം ലം യുനബ്ബ ബിമാ സുഹഫി സുഹഫി മൂസ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകളിലുള്ളത് എന്താണ് എന്ന് വിവരം നൽകപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. മൂസാ നബിയുടെ സുഹഫിൽ എന്താണുള്ളത് എന്ന്. അതേപോലെ ഇബ്രാഹിം അല്ലദീ വഫ, ഏൽപ്പിച്ച കരാറുകളെല്ലാം പൂർത്തീകരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട ഏടുകളിൽ ഉണ്ടായിരുന്ന വിഷയം നിങ്ങൾക്കറിയില്ലേ? സുഹഫി ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞില്ലേ? ഇബ്രാഹിം നബിയുടെ ഏടുകളും മൂസാ നബിക്ക് അള്ളാഹു നൽകിയ ഏടുകളും. അതിലൊക്കെയുണ്ട് അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. മക്കളുടെ കുറ്റങ്ങളൊക്കെ മാതാപിതാക്കൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല, അനുയായികളുടെ നേതാക്കന്മാർ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആരും പരസ്പരം ഒരാളുടെയും പാപഭാരങ്ങൾ ഏറ്റെടുക്കുകയില്ല. മുരീദന്മാരുടെ ശൈഖുമാർ ഏറ്റെടുക്കുകയില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും അവൻ പ്രയത്നിച്ചതല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, തീർച്ചയായും അവന്റെ അധ്വാനം പിന്നീട് കാണും. നമ്മൾ മരണം വരെ പ്രവർത്തിച്ചതെല്ലാം പിന്നീട് നമ്മൾ കാണും. എപ്പോൾ? വിചാരണയുടെ സമയത്ത്.
സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ, പിന്നീടാണ് ഏറ്റവും പൂർണ്ണമായ സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത്. സൂറത്തുൻ നജ്മിലെ 36 മുതൽ 41 വരെയുള്ള ആയത്തുകൾ. വീണ്ടും സൂറത്തുൽ ഇസ്രായിൽ കാണാം, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. എല്ലാ മനുഷ്യരും അവരുടെ ശകുനം അവരുടെ കഴുത്തിൽ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ ഒരു കിതാബായിട്ട് നാം അത് പുറത്തു കൊണ്ടുവരും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബ, ഒരു രേഖയായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കൊണ്ടുവരപ്പെടും. യൽഖാഹു മൻശൂറ, ആ രേഖ നിവർത്തപ്പെട്ട രീതിയിൽ അവന് കാണാൻ കഴിയും. നമ്മൾ ഇത്രയും കാലം ചെയ്ത ഇബാദത്തുകൾ നല്ലതും ചീത്തയും നമ്മൾ ആലോചിച്ചാൽ കുറച്ചു മാത്രമേ ഓർമ്മയുള്ളൂ. ആകെ കുറഞ്ഞ കാലമാണ് ദുനിയാവിൽ ജീവിക്കുന്നത്. അതിൽ തന്നെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് ഓർമ്മയില്ല. ഏകദേശ ധാരണയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും കൃത്യമായി ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാമോ? ഇല്ല. നന്മകളും തിന്മകളും വേർതിരിക്കാൻ എല്ലാവർക്കും കഴിയുമോ? പലരും ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ മറന്നുപോയി. ഇപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആണെന്ന ധാരണയിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ മരണം വരെയും ചെയ്തു കൂട്ടുന്ന മുഴുവൻ അമലുകളും അത് വ്യക്തമായി ഒരു രേഖയായി നമ്മുടെ മുന്നിൽ നിവർത്തപ്പെടും. അതാണ് ഖുർആൻ പറയുന്നത്. ഇഖ്റഅ കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കണം. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്റെ നഫ്സിനെ ഇന്നത്തെ ദിവസം വിചാരണ ചെയ്യപ്പെടാൻ അതുമാത്രം മതി. നമ്മൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് തിരിച്ചറിയാൻ റബ്ബിന്റെ നേരിട്ടുള്ള വിചാരണ ഉണ്ട്. പക്ഷെ അത് വേണ്ടതില്ല. ആ വിചാരണ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നമ്മൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ. എങ്ങനെ? നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ മുന്നിൽ സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന് വ്യക്തമാകും വിധം രേഖയായി നിവർന്നു കിടക്കുകയാണ്. ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് 2 ആടുകൾ തമ്മിൽ കുത്തുകൂടുന്നു. കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂദർ അത്തദ്രി ഫീമാ യൻതതിഹാൻ? ഖാല ലാ. ഇവരീ ചെണ്ട കൂടിയതിന്റെ പേരിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, അറിയില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നല്ലാഹ യദ്രി, എന്നാൽ അല്ലാഹുവിനറിയാം. വസയഖ്ദി ബൈനഹുമാ, ഈ 2 ആടുകൾക്കിടയിൽ അല്ലാഹു തീരുമാനമെടുക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അതായത് കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ഒരാട് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാഹു നീതി കൊടുക്കും. എപ്പോൾ? ഖിയാമത്ത് നാളിൽ. അതായത് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് വെച്ചു കൊടുക്കും. എന്നിട്ട് തന്നെ കുത്തിയ ആടിനെ തിരിച്ചു കുത്താൻ വേണ്ടി പറയും. ഇങ്ങനെ കൃത്യമായ തുല്യമായ നീതി അല്ലാഹു നടപ്പാക്കുന്ന സന്ദർഭമാണ് വിചാരണ. അതിന്റെ 1ാമത്തെ ഭാഗം നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം വ്യക്തമായി വളരെ സൂക്ഷ്മമായതുപോലും വിട്ടുപോകാതെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ദർറത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ കാല് എന്നാണ്. ഒരു ചോണനുറുമ്പിന്റെ കാല് പൊന്നു തൂക്കുന്ന തുലാസിലും കൂടി തൂക്കാൻ പറ്റൂല. അത്രയും കനം കുറഞ്ഞ, അത്രയും ഒരു അമലുണ്ടെങ്കിൽ, നന്മയാണെങ്കിൽ അത് കാണും. വിചാരണയുടെ സമയത്ത് ഒന്നുപോലും നമ്മൾ പോലും വിചാരിക്കും ഇതുവരെ റബ്ബ് ഇവിടെ കൊണ്ടുവന്നു, അതൊക്കെ വളരെ ചെറുതല്ലേ, നിസ്സാരമല്ലേ നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്ത ഒരു നന്മയാണ്. എത്ര നിസ്സാരമായ നന്മയാണെങ്കിൽ പോലും ഒരു 10 പൈസയുടെ ഉപകാരമാണ് നമ്മിൽ നിന്നൊരാൾക്ക് കിട്ടിയതെങ്കിൽ, അത് ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ അതുവരെ കാണും. നമ്മൾ അവഗണിക്കേണ്ട കാര്യമില്ല. എല്ലാം വളരെ നിസ്സാരമായ ഇബാദത്തുകൾ പോലും ഇവിടെ കാണാൻ പറ്റും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ദോഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നഖത്തിന്റെ ചികളോളം വലിപ്പമുള്ള, ഒരു ഉറുമ്പിന്റെ കാലിനോളം തൂക്കമുള്ള ഒരു തിന്മയാണ് ചെയ്തതെങ്കിലും അത് കാണും. അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, നേരത്തെ പറഞ്ഞ അതേ വാചകം, ലതുഅദ്ദുന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹാ. ഓരോ അവകാശിക്കും അവന്റെ അവകാശങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടും. ദുനിയാവിൽ നമ്മുടെ അവകാശങ്ങൾ പലയിടത്തും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് കിട്ടേണ്ടത് പലരും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെ പലരും വഞ്ചിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്വത്തുക്കൾ പലരും കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ കടം വാങ്ങിയവർ തിരിച്ചു തരാതെ പോയിട്ടുണ്ടാകും. ഇങ്ങനെ നമുക്ക് ദുനിയാവിൽ ഒരുപാട് നഷ്ടങ്ങളുടെ കഥകൾ പറയാനുണ്ട്. നമ്മെ വഞ്ചിച്ചവരുടെ കഥകൾ പറയാനുണ്ട്. എന്നാൽ ഇതൊക്കെ നാളെ തിരിച്ചു കിട്ടും. ഇതിനൊക്കെ പകരം അള്ളാഹു തരും. ഇഖ്ലാസുള്ളവരും തൗഹീദുള്ളവരുമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഹത്താ യുഖാദ ലിശാത്തിൽ ജൽഹാ മിന ശാത്തിൽ ഖർന. കൊമ്പുള്ള ഒരു ആട് കൊമ്പില്ലാത്ത ഒരു ആടിനോട് കാണിച്ച പ്രവർത്തനത്തിന്റെ പേരിൽ പോലും
കൃത്യമായിട്ട് അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്ന് അള്ളാഹു നീതി കൊടുക്കും എന്നാണ് സ്വഹീഹ് മുസ്ലിം നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം, ഇങ്ങനെ ആ കൊമ്പുള്ള ആട് വന്ന് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയതിന്റെ പേരിൽ തിരിച്ച് ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത് കുത്തി അതിന് നീതി കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ പരലോകത്ത്, അത് കാഫിർ കാണും. അത് കാണുമ്പോൾ കാഫിറിന് മനസ്സിലായി, കന്നുകാലികൾക്കും പറവകൾക്കുമിടയിൽ പോലും നീതി നടപ്പാക്കുന്ന പരലോകത്തെ ആ സന്ദർഭം കാണുമ്പോൾ സത്യനിഷേധികൾക്ക് മനസ്സിലാകുമെന്ന് ഞങ്ങളോടും ഇതേ പ്രകാരം കൃത്യമായി റബ്ബ് നീതി പാലിക്കും. ഞങ്ങൾ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ റബ്ബ് വെറുതെ വിടുകയില്ല. ഞങ്ങളാൽ ആർക്കെല്ലാം അനീതി സംഭവിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തങ്ങളിൽ നിന്ന് അല്ലാഹു നീതി വാങ്ങിച്ചു കൊടുക്കും. തങ്ങൾ ശിക്ഷയ്ക്ക് വിധേയരാകും. തങ്ങളാൽ ദ്രോഹിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു കൃത്യമായി നീതി കൊടുക്കും, പ്രതിഫലം കൊടുക്കും, നരകമോചനം കൊടുക്കും എന്നെല്ലാം കൃത്യമായി അവർക്ക് ബോധ്യം വരും. ആ സമയത്ത് ഇൻദഇദിൻ യഖൂലുൽ കാഫിർ, ആ ആടിന്റെ പ്രതികാരം എടുക്കുന്ന സമയത്ത് കാഫിർ പറയും, യാ ലൈതനി കുൻതു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. രണ്ട് വ്യാഖ്യാനങ്ങളാണ്. ഒന്ന്, ആ നിന്ന നിപ്പിൽ മണ്ണായാലും പിന്നെ വിചാരണ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മരിച്ചപ്പോൾ നമ്മൾ മണ്ണായല്ലോ, പിന്നെ നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുകയാണല്ലോ. അപ്പൊ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടാതെ അവിടെ തന്നെ തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. രണ്ടാമതൊരു വിശദീകരണം, ഞങ്ങൾ മനുഷ്യരല്ലായിരുന്നെങ്കിൽ കേവലം ഒരു കല്ലോ മണ്ണോ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നാ പിന്നെ ഈ വിചാരണയൊന്നുമില്ലല്ലോ എന്ന് കാഫറുകൾ ആ നേരത്ത് പറയും. കൃത്യമായ നീതി, ആ നീതി ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ ഒരു നഖത്തിന്റെ ചീളോളം വരുന്ന കർമ്മങ്ങൾ, നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും കൃത്യമായി രേഖയായി നമ്മുടെ മുന്നിൽ വരും. ഒരു ഉറുമ്പിന്റെ കാലിന്റെ തൂക്കമാണെങ്കിലും അതവിടെ തൂക്കപ്പെടുകയും ചെയ്യും. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാം. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല, ജനങ്ങളെല്ലാം അന്തിമനാളിൽ നഗ്നരായും ചെരുപ്പിടാതെയും ചേലാകർമ്മം ചെയ്യപ്പെടാതെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്നിസാഉ വറിജാലു ജമിഅ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, ആണും പെണ്ണും ഒരുമിച്ചാണോ വരുന്നത് നഗ്നരായി? അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്, എല്ലാവരും നഗ്നരായി നിൽക്കുമ്പോൾ പരസ്പരം നഗ്നത ആസ്വദിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും തീക്ഷ്ണവും കഠിനവുമാണ് അന്നത്തെ സാഹചര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ അമലുകൾ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന സമയമുണ്ടല്ലോ, ബേജാറിലാണ് മനുഷ്യൻ. അമ്പിയാക്കൾ പോലും സല്ലിം സല്ലിം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. മഅസൂമുകളായ അമ്പിയാക്കൾ പോലും ഇത്ര ബേജാറിലാണെങ്കിൽ എന്തായിരിക്കും? നഫ്സി നഫ്സി നഫ്സി, എല്ലാവരും നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞ് എന്റെ നഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന രംഗമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഖിയാമത്ത് നാൾ വരുമ്പോൾ സൂര്യൻ അടുപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ വിയർപ്പിൽ മുങ്ങുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. പാപം പൊറുക്കപ്പെട്ട മഅസൂമുകളായ അമ്പിയാക്കൾ പോലും അല്ലാഹുമ്മ സല്ലിം സല്ലിം, എന്നെ രക്ഷിക്കണേ എന്ന് അമ്പിയാക്കൾ പോലും ബേജാറാകുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തെ പറ്റി ഒന്ന് ആലോചിച്ചു. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, ആ ദിവസം എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ ദിവസമാണ്. ആർക്ക്? അലൽ കാഫിരീൻ, കാഫറുകൾക്ക് ഗൈറു യസീർ, അത് എളുപ്പമില്ലാത്ത ദിവസമാണ്. സത്യനിഷേധികൾക്ക് ദുഷ്കരമായ പ്രയാസകരമായ എളുപ്പമില്ലാത്ത ദിവസമാണത്. സത്യനിഷേധികൾക്ക് അള്ളാഹു ഒരു ഖൈദ് വെച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് അത് എളുപ്പമുള്ള ദിവസമായിട്ട് മാറും. അള്ളാഹു പറയുമെന്നാണ് വലീദ് ബിൻ മുഗീറയെ കുറിച്ച്, ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള വ്യക്തിയായതിനാൽ മുശ്രിക്കുകളുടെ നിർബന്ധപ്രകാരം അയാൾ ഒരു കള്ളം പറഞ്ഞു. ഖുർആൻ അതിന്റെ ആയത്തുകൾ ഉയർത്തിപ്പിടിച്ച് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസ്ർ, ഇത് കേവലം ഒരു മനുഷ്യന്റെ വാചകമാണ്, ഇത് വശീകരിക്കപ്പെടുന്ന ഒരു വശ്യമാണ് എന്ന് ഖുർആനിനെ കുറിച്ച് കളവായ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും വലീദ് ബിൻ മുഗീറ പറഞ്ഞു. ആ വലീദ് ബിൻ മുഗീറയെ കുറിച്ച് ഖുർആൻ പറയാ, അസർനി വമൻ ഖലഖതു വഹീദ, എന്നെയും ഞാൻ സൃഷ്ടിച്ചവനെയും ഒറ്റക്കൊന്നുകൂടും. വലീദിനെ എന്റെ അരികിലേക്ക് വിടും. റബ്ബ് പറയാം, എന്നെയും ഞാൻ സൃഷ്ടിച്ച അവനെയും ഒന്ന് തനിച്ചുവിടൂ എന്ന് പറഞ്ഞാൽ റബ്ബ് നന്നായിട്ട് അവനെ കൈകാര്യം ചെയ്തുകൊള്ളും. ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ റബ്ബും തനിച്ചാകുന്ന രംഗം? ഓരോ കാഫറിനെയും റബ്ബ് തനിച്ച്, ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം, അവിടെ ഗ്രൂപ്പില്ല, പാർട്ടിയില്ല, അസോസിയേഷനുകളില്ല,
സംഘങ്ങളിലൊക്കെ ചെതറി ഓരോരുത്തരും തനിച്ച് തനിച്ച് വിചാരണ നേരിടും. റബ്ബിന്റെ വിചാരണ സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പ്രതിഷേധിക്കാമെന്നാരും വിചാരിക്കേണ്ട. എല്ലാവരും റബ്ബും അവന്റെ കർമ്മങ്ങളും അവനും. അത് അദർനി, എന്നെ വിട്ടേക്കുക, അതേപോലെ തന്നെ വമൻ ഖലഖതു വഹീദ, ഞാൻ തനിച്ച് സൃഷ്ടിച്ചവനെയും ഞാൻ സൃഷ്ടിച്ചവനെയും തനിച്ചു വിട്ടേക്കുക എന്ന്. അങ്ങനെ നമ്മളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ആലോചിച്ചൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവനെയും എന്നെയും ഇങ്ങോട്ട് വിട് എന്ന് അള്ളാഹു പറയാണ്, അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പരലോകത്ത് വെച്ച്. നമ്മെക്കുറിച്ചാണ് അങ്ങനെ ആ വലീദിനെ കുറിച്ച്, വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച വാക്ക് നമ്മെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും സ്തുതി എന്ന് ചിന്തിക്കണം. യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ. ശബ്ദങ്ങളൊക്കെ താഴ്ന്നു പോകും. അങ്ങനെ ഒരു ദിവസമാണ്. നെടുവിശ്വാസങ്ങളല്ലാതെ അന്ന് കേൾക്കുകയില്ല. സൂറത്ത് ത്വാഹയിലെ 108-ാമത്തെ ആയത്ത്. അവിടെ ഓരോരുത്തരെയും വിളിക്കും ഫുലാൻ ഇബ്നു ഫുലാൻ, പാപ്പാന്റെ പേര് ചേർക്കും. ഇന്നവന്റെ മകൻ ഇന്നവനെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിളിയും പരലോകത്തൊരു സന്ദർഭത്തിൽ വരും. ഒരാളും വിട്ടുപോകുകയില്ല, ഒരാളെയും അള്ളാഹു വെറുതെ വിടുകയില്ല. കുറച്ചാൾക്കാർക്ക് വിചാരണ നടത്തി ഇനി ബാക്കിയുള്ളവർക്ക് കയറിപ്പോയിക്കോളി എന്ന് പറയില്ല. ഓരോരുത്തരെയും ആദം അലൈഹിസ്സലാം മുതൽ അന്തിമ നാളിൽ അവസാനം ജനിക്കുന്ന മനുഷ്യനെ വരെ അള്ളാഹുവോട് ഒരുമിച്ചുകൂടി ഓരോരുത്തരെയും വേർതിരിച്ച് വിചാരണ ചെയ്യും. ആ ഒരു രംഗം അമ്പിയാക്കളും ഔലിയാക്കളും ഒന്നും ഫലം ചെയ്യില്ലെന്ന് നമുക്ക് ആരും ഫലം ചെയ്യില്ല, കുടുംബങ്ങൾ ഫലം ചെയ്യില്ല എന്ന് തിരിച്ചറിയും. ഇബ്രാഹിം മില്ലത്ത് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കും. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അല്ലാഹുവേ എന്നെ നീ അപമാനിക്കരുതേ, എന്നെ വഷളാക്കരുതേ എന്ന് ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ. ഒരാൾക്കും അയാളുടെ സമ്പാദ്യങ്ങളോ സന്താനങ്ങളോ ഫലം ചെയ്യുകയില്ല. മരിക്കുന്നവരെ നമുക്ക് കുറെ സ്വത്തുക്കളുണ്ട്, ഒരുപാട് മക്കളുണ്ട്. ആ മക്കളോ നമ്മുടെ സമ്പാദ്യമോ ഒരു തരിമ്പ് പോലും ഫലം ചെയ്യുകയില്ലാത്ത ഒരു ദിവസം അല്ലാഹുവേ എന്നെ നീ വഷളാക്കരുതേ, അപമാനിക്കരുതേ. അന്ന് അപമാനത്തിൽ നിന്ന് കരകയറുന്നത് ആരാ? ഇല്ലാമൻ അസല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ അരികിലേക്ക് കലർപ്പില്ലാത്ത ഹൃദയവുമായി ചെന്നവനൊഴികെ, തിന്മകളില്ലാത്ത ഹൃദയവുമായി. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുകയും അല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകൾ ചെയ്യുകയും അതേപോലെ വാജിബുകൾ നിർവഹിക്കുകയും നിരന്തരമായി ഇസ്തിഗ്ഫാറും ദുആയും ചെയ്തുകൊണ്ട് തന്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് റബ്ബിന്റെ അരികിലേക്ക് വരുന്നവർക്കല്ലാതെ അന്ന് യാതൊരു രക്ഷ. ബാക്കി എല്ലാവരും വഷളാക്കപ്പെടും. നല്ല കൽബുമായി, സലീമായ കൽബുമായി നമുക്ക് റബ്ബിലേക്ക് ചെല്ലാൻ പറ്റണം. സൂറത്ത് ശുഅറായിലെ 87 മുതൽ 89 വരെയുള്ള ആയത്തുകളിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാം. ഇനി സൂറത്തുൽ ബഖറയിലെ 120, സൂറത്തു ഗാഫിറിലെ 52-ാമത്തെ ആയത്ത്. അവിടെ പറയുന്നു, ലാ യൻഫഉ ളാലിമീന മഅദിറതുഹും. തിന്മകൾ ചെയ്തവർ, അനീതി പ്രവർത്തിച്ചവർ, അവരുടെ ഒഴിവ് കഴിവുകളൊന്നും അന്ന് പ്രയോജനപ്പെടുകയില്ല. കുറ്റം ചെയ്തവർക്കൊക്കെ എന്തെങ്കിലും ന്യായം പറയാനുണ്ടാകും. ഞങ്ങളെ വാപ്പാരെങ്ങനെയായിരുന്നു, വെല്ലിപ്പാരെങ്ങനെയായിരുന്നു, ഞങ്ങൾക്കത് പഠിക്കാൻ അവസരം കിട്ടിയില്ല, ആരും പഠിപ്പിച്ചൊന്നില്ല. തിന്മ ചെയ്ത ആളുകൾ റബ്ബിന്റെ അരികിൽ വിചാരണക്ക് നേരിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഒഴിവ് കഴിവുകൾ, മഅദിറത്തുകൾ ഒന്നും അവിടെ പ്രയോജനം ചെയ്യുകയില്ല. വലഹുമുൽ ലഅന, മറിച്ച് ളാലിമുകൾക്ക് ശാപമാണ്, അതായത് കാരുണ്യം അവരിൽ നിന്ന് അകലെയാണ്. വലഹും സൂഉദ്ദാർ, അവർക്ക് മോശമായ ഭവനമാണ് അഥവാ നരകമാണ്. സൂറത്തു ഗാഫിർ 40-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ ആയത്ത്. ഇനി ബഖറയിലെ 123-ൽ വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, ഒരു നഫ്സ് മറ്റൊരാൾക്ക് ഒട്ടും ഉപകാരപ്പെടുകയില്ല. വലാ യുഖ്ബലു മിൻഹാ അദിൽ, ഒരു പകരമായ പ്രവർത്തനം, ഒരു നീതിയും ഒരു തെണ്ടവും അന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വലാ തൻഫഉഹാ ശഫാഅ, അന്ന് ശുപാർശകളൊന്നും ഉപകാരപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, ആരാലും സഹായം ലഭിക്കുകയുമില്ല. അവിടെ തങ്ങളുമില്ല, ബീവിയുമില്ല, നബിയുമില്ല, മലക്കുമില്ല, ജിന്നുമില്ല, ആരുമില്ല. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് ഫലം ചെയ്യാത്ത ദിവസം. മാതാപിതാക്കൾ മക്കൾക്ക് ഉപകാരപ്പെടുന്നില്ല, മക്കൾ മാതാപിതാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നില്ല. നേതാക്കന്മാരെ കൊണ്ട് അനുയായികൾക്കോ, അനുയായികളെ കൊണ്ട് നേതാക്കന്മാർക്കോ ഗുണം കിട്ടുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദിന്റെ ആധാരത്തിലുള്ള നമ്മുടെ ഇബാദത്തുകളും നന്മകളും മാത്രമാണ് നമുക്കൊന്ന് ഗുണം ചെയ്യുക. ഇനി സൂറത്തുൽ മുജാദല 58-ാമത്തെ അധ്യായം അതിലെ 6-ാമത്തെ ആയത്തിൽ കാണാം, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, മുഴുവൻ ആളുകളെയും അല്ലാഹു പുനരുത്ഥാനം ചെയ്യുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം.
ഫയുനബ്ബിഉഹും ബിമാ അമിലൂ, അവർ ചെയ്തിരുന്ന ഇബാദത്തുകളൊക്കെ അവരെ അറിയിച്ചു കൊടുക്കുന്ന ദിവസം. അഹ്സാഹുല്ലാഹു വനസൂഹു, അള്ളാഹു അവരുടെ കർമ്മങ്ങളൊക്കെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, വേർതിരിച്ച് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അവരാകട്ടെ അത് മറന്നുപോയിട്ടുമുണ്ട്. നമ്മൾ ചെയ്ത നന്മകൾ തിന്മകളൊക്കെ നമ്മൾ മറന്നുപോയി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. സൂറത്തുൽ ഹിജ്ർ 15ാമത്തെ സൂറത്തിലെ 92, 93 ആയത്തുകളിൽ കാണാം, ഫബറബ്ബിക്, നിന്റെ റബ്ബാണേ സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, തീർച്ചയായും നാം എല്ലാവരെയും വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. അമ്മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ അമലുകൾ പൂർണ്ണമായി വിചാരണ ചെയ്യപ്പെടും. അന്ന് നന്മയുള്ളവർ രക്ഷപ്പെടും, തിന്മയുടെ ആളുകൾ നരകത്തിൽ കമിഴ്ത്തപ്പെടും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ, ആരാണോ നന്മ കൊണ്ടുവരുന്നത് അവർക്ക് അതിനേക്കാൾ മികച്ചതുണ്ട്. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, അന്നേ ദിവസം അവർ അസ്വസ്ഥതകളിൽ നിർഭയരായിരിക്കും. നന്മ ചെയ്ത ആളുകൾ അന്ന് നിർഭയരായിരിക്കും, സ്വസ്ഥരായിരിക്കും. വമൻ ജാഅ ബിസ്സയ്യിഅ, അന്ന് ആരാണോ തിന്മ കൊണ്ടുവരുന്നത്, തിന്മകളുമായി പരലോകത്തേക്ക് വരുന്നത്, ഫഖുബ്ബതു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കമിഴ്ത്തപ്പെട്ടു, അഥവാ തീർച്ചയായും നരകത്തിൽ വീഴും. ഫഖുബ്ബതു വുജൂഹുഹും ഹൽ തുജ്സൗൻ ഫഖുബ്ബതു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കമിഴ്ത്തപ്പെട്ടു കഴിഞ്ഞു. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അമൽ ചെയ്തതനുസരിച്ചല്ലാതെ കൂലി കിട്ടുമോ? അപ്പൊ ഇബാദത്ത് ചെയ്താലേ ഉണ്ടാവുള്ളൂ. വെറുതെ ഇങ്ങനെ കയ്യും വീശി ചെന്നാൽ, ഇബാദത്തുകളൊന്നും ഇല്ലാതെ ചെന്നാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അള്ളാഹു വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി തരുന്ന സന്ദർഭങ്ങളൊക്കെ പാഴാക്കി കളയുന്നവർ. ഇത് ദുൽഹിജ്ജയാണ്. അതിന്റെ അവസാനത്തെ 10 മണിക്കൂറുകൾ കൊണ്ട് ആദ്യത്തെ 10 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 സവിശേഷമായ ആദ്യത്തെ 10 മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ മുതലെടുത്തോ, ദിക്റുകൾ ചൊല്ലിയോ, ഇബാദത്തുകൾ ചെയ്തോ, സദഖകൾ നൽകിയോ, ബലിയിറക്കാൻ ഒരുങ്ങിയോ? എന്താണ് ഈ പവിത്രമായ മാസത്തിൽ നമ്മുടെ കയ്യിലുള്ളത്? ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു, രോഗികളെ സന്ദർശിച്ചിരുന്നു. ഓരോ നന്മയ്ക്കും പ്രത്യേകമായ പ്രതിഫലം ലഭിക്കുന്ന ഈ പവിത്രമായ മാസങ്ങളെ പ്രയോജനപ്പെടുത്തി നന്നായിട്ട് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇനിയുള്ള ഈ ചുരുങ്ങിയ മണിക്കൂറുകൾ നമുക്ക് പരലോകത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വിജയം പ്രാപിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയ ഒരു ഹദീസാണ്. റബ്ബ് പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും, തീർച്ചയായും ഇതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഉസ്തിഹാലക്കും, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി കണക്കാക്കി വെച്ചിരിക്കുന്നു, എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾ ചെയ്ത് തന്നെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. സുമ്മ ഉവഫീകും ഇയ്യാഹ, പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഇതിന് പൂർണ്ണമായി പ്രതിഫലം നൽകും. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ല, ആരെങ്കിലും തന്റെ ജീവിതത്തിൽ നന്മ കണ്ടാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ഖൈർ ചെയ്യാൻ നമുക്ക് അല്ലാഹു ജുമുഅക്ക് വന്നു അവസരം തന്നു. ദുൽഹിജ്ജ മാസമാണ്, നമ്മൾ പുണ്യങ്ങൾ പ്രവർത്തിച്ച് നോമ്പെടുത്തു. അള്ളാഹു നമുക്ക് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ഏതൊരു നന്മ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം. വമൻ വജദ ഗൈറ ദാലിക്, ആരെങ്കിലും നന്മയല്ലാത്തതാണ് കാണുന്നതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനെ തന്നെ അല്ലാതെ മറ്റാരെയും കുറ്റം പറയാൻ പോണ്ട. നമുക്ക് നന്മയില്ലെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ കുറ്റക്കാരൻ. അയാൾ കാരണം ഞാൻ തെറ്റിയതെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ തലയിൽ അത് ചാർത്തി വെക്കാം, അല്ലെങ്കിൽ ഇബ്ലീസിന്റെ തലയിൽ അത് ചാർത്തി വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കുറ്റം ചെയ്ത ആളുകൾ അവനവനെ തന്നെ ആക്ഷേപിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹു നേരിട്ട് സംസാരിക്കും. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ, എല്ലാ നഫ്സും അവർ പ്രവർത്തിച്ച നന്മകൾ അവരുടെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്നതായി കാണുന്ന ദിവസം. വമാ അമിലത് മിൻ സൂഇൻ, തിന്മകൾ ചെയ്തവരാണെങ്കിൽ തബദ്ദു, അവൻ ആഗ്രഹിച്ചു പോകും, കൊതിച്ചു പോകും. ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദാ, കർമ്മങ്ങൾ നാളെ പരലോകത്ത് കാണുന്നതിലും തനിക്കുമിടയിൽ വലിയ വിദൂരമായ കാലമുണ്ടായിരുന്നെങ്കിൽ, അതായത് ഞാനത് കാണാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാഹുവിനെ തന്നെ അവരെ ഭയപ്പെടുത്തുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, എന്നാൽ അള്ളാഹു ആകട്ടെ അടിമകളോട് കനിവുള്ളവനാണ്. അടിമകളോട് കനിവുള്ളവനാണെങ്കിലും തിന്മ ചെയ്യുന്ന ആളുകൾ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന് നമുക്ക് ബോധ്യം വരും. സൂറത്ത് ആൽ ഇംറാൻ നമുക്കത് കാണാം. സത്യവിശ്വാസികൾ അവരുടെ വലത് കൈയിൽ മുൻഭാഗത്തുകൂടെയാണ് രേഖ കൊടുക്കുക. അവരെ ആദരിച്ചുകൊണ്ടാണ്. അവരുടെ മേൽ തണലിടപ്പെടും. അവർ സന്തോഷത്തിലും ആശ്വാസത്തിലും ആത്മാഭിമാനത്തിലും സ്വസ്ഥതയിലും ശാന്തിയിലുമാണ് സത്യവിശ്വാസികൾ. തൗഹീദുള്ളവർ, അവർക്ക് വസ്ത്രം ധരിക്കപ്പെടും. ആ സമയത്ത് അവർക്ക് മുൻഭാഗത്ത് വലത് കൈയിൽ കിതാബ് നൽകും. നേരത്തെ പറഞ്ഞില്ല, നിവർത്തി വെക്കപ്പെട്ട ഏട് അതവരെ കയ്യിലേക്ക് കൊടുക്കും. എന്തൊരു സന്തോഷമായിരിക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി,
എന്നാൽ ആരുടെ വലത് കൈയിലാണോ കിതാബ് ലഭിക്കുന്നത് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, പിന്നീട് അവർക്ക് വിചാരണ എളുപ്പമായിരിക്കും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവർ സ്വന്തക്കാരിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നുപോകും. കാരണം എന്താ? സ്വർഗം ഉറപ്പിച്ചെന്ന് കിതാബ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി. വിചാരണ നടന്നിട്ടില്ല, വിചാരണയുടെ മുമ്പുള്ള രംഗമാണ്. കിതാബ് കൊടുത്തിട്ടേ ഉള്ളൂ. അവൻ വളരെ സന്തുഷ്ടനാണ്. എന്തുകൊണ്ട്? വലത് കൈയിലാണ് കിതാബ് കിട്ടിയത്, മുന്നിലൂടെയാണ് കിട്ടിയത്. വീണ്ടും ഖുർആൻ പറയാണ് ഫഅമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനി, എന്നാൽ ആർക്കാണോ തന്റെ കർമ്മരേഖകൾ വലത് കൈയിൽ നൽകപ്പെടുന്നത് ഫയഖൂലു, അവൻ പറയും ഹാ ഉഖറഉ കിതാബിയ, നിങ്ങളെല്ലാവരും എന്റെ കിതാബ് വായിക്കണം. അല്ലേ? പരീക്ഷയ്ക്ക് ജയിച്ച കുട്ടികൾ ഓടി വരില്ലേ മാർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്? എന്നതുപോലെ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ നമ്മുടെ ആ കർമ്മരേഖകളുമായിട്ട് നമ്മളെല്ലാവരുടെ അടുത്തേക്കും പോകാണ്ടില്ല. എന്നെ കണ്ട എനിക്ക് സ്വർഗ്ഗമാണ്, എനിക്ക് നന്മകളാണ്, മാഷാ അല്ലാഹ്, അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അതിന് തക്കവണ്ണമുള്ള ഇഖ്ലാസ് അവസാന ശ്വാസം വരെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ദുനിയാവിന്റെ മത്സരങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും ഇഖ്ലാസും കാരണമായി കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു തന്റെ വിചാരണയെ ഇപ്രകാരം കണ്ടുമുട്ടുമെന്ന്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, തീർച്ചയായും അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ, അവൻ ഉന്നതമായ സ്വർഗത്തിലാണ്. ഖുതൂഫുഹാ ദാനിയ, അതിന്റെ പഴങ്ങളൊക്കെ അവനോട് പറിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ അടുത്തു നിൽക്കുകയാണ്. കുലൂ വശറബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, മുമ്പ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങൾ നന്മകൾ കാരണമായും ഏറ്റവും മംഗളകരമായും മൃഷ്ടാന്നമായും നിങ്ങൾ ഭുജിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക വരാനിരിക്കുന്ന നാളുകളിൽ. ഇപ്പൊ സ്വർഗത്തിൽ നമുക്ക് യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യാം, ആസ്വദിക്കാം. എന്തുകൊണ്ട്? വലത് കൈയിലാണ് കിതാബ് കിട്ടിയത്. അല്ലേ? അന്നേ ദിവസം മുഖം വെളുത്തവരാണ്, ചിലരുടെ മുഖം കറുത്തതായിരിക്കും, അവരുടെ ഹൃദയം പിടയ്ക്കും, അവരുടെ ബുദ്ധിയൊക്കെ പാറിപ്പോകും, ഒന്നും മനസ്സിലാകാതെ അവർ വെപ്രാളത്തിൽ ലഹരി ബാധിച്ചവരെ പോലെയായിരിക്കും. എന്നാൽ അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എന്നിട്ടും ലഹരി ബാധിച്ചവരെ പോലെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെന്താ പറയാന്നറിയോ? അവർക്ക് ഇടത് കൈയിലാണ് കിതാബ്, പിറകിലൂടെയാണ് കിതാബ്. അവർ പറയും യാ വൈലത്തന, ഞങ്ങളുടെ നാശമേ, മാലിഹാദൽ കിതാബ്, ഞങ്ങളുടെ ഈ കർമ്മരേഖയ്ക്ക് എന്തുപറ്റി? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതോ വളരെ കൃത്യമായി ക്ലിപ്തമായി രേഖപ്പെടുത്താതെ ഈ ഗ്രന്ഥം വിട്ടുപോയിട്ടില്ല. വവജദൂ മാ അമിലൂ ഹാദിറ, അവർ പ്രവർത്തിച്ചതെല്ലാം അവർ സന്നിഹിതമായി കാണും. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. കിതാബൊന്നും മാറിപ്പോകൂല, ചെയ്യാത്തതൊന്നും ചെയ്തു എന്ന് അറിയാതെ എഴുതി വെക്കൊന്നുമില്ല, ചെയ്തത് വിട്ടുപോവുകയുമില്ല. അള്ളാഹു ആരോടും അനീതി കാണിക്കുകയില്ല. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂറത്തിലെ 49-ാമത്തെ ആയത്തിൽ കാണാം. വീണ്ടും ഖുർആൻ പറയാണ് അമ്മാമൻ നൂതിയ കിതാബഹു വറാഅ ദഹരി, ആർക്കാണോ തന്റെ മുതുകിന്റെ പിറകിലൂടെ പിൻവശത്തുകൂടെ ആർക്കാണോ ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നത് ഫസൗഫ യദൂ സുബൂറ, നാശം, മരണം, എന്റേതെല്ലാം കഴിഞ്ഞ് ഞാൻ തൊലഞ്ഞുപോയി എന്നവൻ വിലപിച്ച് കരയും. എനിക്ക് നരകമാണ്, എനിക്ക് നാശമാണ്, എനിക്ക് മരണമാണ് എന്നവൻ പറയും. മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്ത് പോകുന്നുള്ളതാണ്, അല്ലാതെ അവിടെ മരണമൊന്നും ആർക്കും ഉണ്ടാവില്ല. സുബൂറ, നാശമേ എന്ന് വിളിച്ചു കരയും. വയസ്ലാ സഈറ, അവൻ നരകത്തിൽ കത്തിയെരിയുകയും ചെയ്യും. സൂറത്തുൽ ഖിയാമ 10 മുതൽ 12 വരെ ആയത്തുകൾ. വീണ്ടും ഖുർആൻ പറയുന്നു വഅമ്മാമൻ നൂതിയ കിതാബഹു ബിശിമാലി, ആർക്കാണോ ഇടത് കൈയിൽ കിതാബ് ലഭിക്കുന്നത് ഫയഖൂലു, അവൻ പറയും യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്കെന്റെ കർമ്മരേഖ കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം അങ്ങ് തീർന്നിരുന്നെങ്കിൽ, അവിടെ തന്നെ അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് മരണത്തോടെ അവസാനിച്ചില്ല, ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് വിചാരണക്ക് ഹാജരായിരിക്കുകയാണ്. മാഗന അന്നീ മാലിയ, എന്റെ സ്വത്തുക്കൾ എനിക്ക് ഫലം ചെയ്തില്ല. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരമൊക്കെ എന്നിൽ നിന്ന് തുലഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇവിടെ കോടിപതികളാണെങ്കിലും അതിലൊരു നയാ പൈസ പോലും പരലോകത്ത് പ്രയോജനമില്ല. ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയാണെങ്കിൽ പോലും അതിന്റെ ഒരു ഗുണം, ആ അധികാരത്തിന്റെ ഒരു തരിമ്പ് ഗുണം പോലും പരലോകത്ത് പുഴുക്കളെ പോലെ വിചാരണയ്ക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ താഴ്ന്നു നിൽക്കുമ്പോൾ അവന് ഫലപ്പെടുന്നില്ല. പിടിക്കുക, അവനെ ചങ്ങലയിൽ ബന്ധിക്കുക. സുമ്മൽ ജഹീമ സല്ലൂ, എന്നിട്ട് അവനെ നരകത്തിൽ കരിച്ചു കളയുക. സുമ്മ ഫീ സിൽസിലത്തിൻ, എന്നിട്ട് അവനെ ചങ്ങലകളിലേക്ക് പ്രവേശിപ്പിക്കുക.
സറൂഹാ 70 ദിറാൻ ഫസ്ലുകൂ, 70 മുഴമാണ് ആ ചങ്ങലയുടെ നീളം, അതിലേക്ക് പ്രവേശിപ്പിക്കുക. മുഴം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെറിയ മുഴല്ല, മലക്കുകളുടെ കൈമുഴം 70 മുഴം, അതിലേക്കാണ് അവരെ അവരെ ശരിക്കും നാസാരന്ധ്രത്തിലൂടെ ചങ്ങലകൾ പ്രവേശിപ്പിച്ച് പിൻഭാഗത്തുകൂടെ, പിൻദ്വാരത്തിലൂടെ, ഗുദഭാഗത്തുകൂടെ ആ ചങ്ങല പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ചങ്ങലയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആ ദുരിതത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിചാരണ സത്യമാണ്. കർമ്മരേഖകൾ ഹാജരാക്കപ്പെടും. അത് വ്യക്തമായി നമ്മുടെ സ്വർഗമോ നരകമോ നിർണയിക്കപ്പെടുന്ന ആ രംഗം, ആ വിചാരണയെ ഓർത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആരും മനഃപൂർവ്വം ഒന്നും കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നവർക്കൊന്നും ജുമയാണ്. പിന്നെ ഈ ചെറുപ്പക്കാരൊന്നും ചാരിയിരിക്കുന്നൊന്നും ശരിയല്ല. സഫുകൾ പൂർത്തീകരിച്ചിരിക്കണം. വല്ല അസുഖമൊക്കെ ഉള്ളവർ ഒന്ന് മാറിയിരിക്കുക എന്നല്ലാതെ സഫുകളിൽ വിടവുകൾ വരുന്നൊക്കെ തെറ്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ ദിവസവും പറയാമെന്നുള്ളത് ശരിയല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണമല്ലോ. സഫുകൾ പൂർത്തീകരിച്ചിരുന്നാൽ ജുമക്ക് ബർക്കത്തുണ്ടാവും. നമ്മൾ മറ്റുള്ള കല്യാണപ്പെടലൊക്കെ ഇരിക്കുന്നാൽ അവിടെയും ഇവിടെ ഒന്നും ഇരിക്കരുത്. അവിടെ തന്നെയും ഒരു സദസ്സിൽ പോലും നമ്മൾ ഒരുമിച്ചായിരിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കേണ്ടത്? ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖും വിനയവും പ്രദാനം ചെയ്യട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജയുടെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലാണ്. ഞാൻ പറഞ്ഞു യൗമുത് തർവിയ. ഇന്ന് എല്ലാവരും മിനായിലെത്തി, നമ്മുടെ ഹാജിമാരൊക്കെ അറിയുന്നവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരിന്ന് മിനയിൽ താമസിക്കും. അതേപ്രകാരം നാളെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, നമുക്കറിയാം, അത് യൗമ അറഫയാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അറഫയിൽ പോയി നിൽക്കുന്നു. അന്നവർ നോമ്പെടുക്കാൻ പാടില്ല. എന്നാൽ അറഫയിൽ നിൽക്കുന്നവരല്ലാത്ത എല്ലാവരും അറഫാ ദിനത്തിൽ നോമ്പെടുക്കേണ്ടതുണ്ട്. സൗമു യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പ്. ഏത് കാലഘട്ടത്തിലും എന്നതുപോലെ അറഫാ നോമ്പ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തർക്കങ്ങളുണ്ടാകും, വിവാദങ്ങളുണ്ടാകും. കാരണം പ്രാദേശിക മാസപ്പിറയെ അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ബാക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും നാളെ ദുൽഹിജ്ജ 8 ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നാളെ ദുൽഹിജ്ജ 9. ലോകം മുഴുവൻ നാളെ ദുൽഹിജ്ജ 9. എന്നാൽ നമ്മുടെ നാട്ടിലെ മാസപ്പിറയെ മാത്രം പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ ദുൽഹിജ്ജ 8 വരുന്നത്. അപ്പോൾ സംശയം ഉണ്ടാവും, ഞങ്ങൾക്ക് ദുൽഹിജ്ജ 9 വരുന്നുള്ളൂ, അപ്പോൾ ഞങ്ങൾ നാളെ തന്നെ നോമ്പെടുക്കണം. സ്വാഭാവികമാണ്. പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ്. ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും ഏകമാസപ്പിറവി അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവനവൻ്റെ നാട്ടിലെ മസലകൾക്കനുസരിച്ച് പരിഗണിക്കണമെന്ന് പറഞ്ഞവരും ഉണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഒരു കൂട്ടർ ഒരു രീതി സ്വീകരിക്കുന്ന ആളുകൾ മറ്റൊരു രീതി സ്വീകരിക്കുന്ന ആളുകളെ പരിധി വിട്ട് ആക്ഷേപിക്കുകയോ അവനവൻ്റെ ന്യായം എന്താണ് എന്ന് അത് ശാന്തമായി പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതിനപ്പുറത്ത് കക്ഷിത്വമോ അതേപോലെ ഒരു കൂട്ടരെ അകറ്റി നിർത്തുകയും ഒരു കൂട്ടരെ അടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് അതപ്പതിച്ചു പോകാതിരിക്കാൻ ഞാനും നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കാൻ. കലഹങ്ങൾ നമ്മളിനി എങ്ങനെ നിർത്തിവെച്ചാലും ഇല്ലാതാവില്ല. നമ്മൾ സ്വീകരിക്കുന്നത് ഏറ്റവും മികച്ചതും പ്രമാണത്തോടടുക്കുന്നതും അഫ്ളലുമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമേ ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് പക്ഷേ നാം വ്യത്യസ്തമായ മസലകൾ ഉണ്ട് എന്ന് പറഞ്ഞ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയെ പോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അറഫ നോമ്പ് ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഹജ്ജ് നടക്കുന്ന സ്ഥലവുമായി തന്നെ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. കാരണം ഹജ്ജ് ലോകത്തൊട്ടാകുള്ള സംഗതിയല്ല, അത് മക്കയിൽ മാത്രമുള്ളതാണ്. അറഫ അറേബ്യയിൽ മാത്രമുള്ള ഒരു രാജ്യമാണ്, എല്ലാ നാട്ടിലും അറഫയില്ല. സൗമു യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അറഫാ ദിനം എന്നാണ് എന്ന് തിരിച്ചറിയാൻ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലെ അവസ്ഥകളെ പരിഗണിക്കാം. ഇത് തിരിച്ചറിയാൻ അവസരമുണ്ടായിട്ടും വളരെ പുണ്യമായ ഒരുപക്ഷെ സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട നോമ്പ് എന്നറിയപ്പെട്ടത് സൗമ്യവും അറഫയാണ്. അറഫാ ദിനത്തിലെ നോമ്പാണ്. കാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസം എന്നാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അറഫാ ദിനത്തിൽ തന്നെ, അതായത് നാളെയാണ് അറഫാ ദിനം.
തന്നെ നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബൂ ഖത്താദയിൽ നിവേദനം ചെയ്യപ്പെടുന്നു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, സിയാം യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പ്, ഇനി യഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലത്തി ഖബല വസനത്തല്ലത്തി ബഅദ, ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കും എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപ്രകാരം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്യാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയുബാഹി മലായികതഹു അശിയത അറഫ, അറഫാ ദിനത്തിന്റെ സായാഹ്നത്തിൽ വൈകുന്നേര സമയത്ത് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയും. ഫയഖൂൽ, അള്ളാഹു ഇങ്ങനെ അറഫയിൽ നിൽക്കുന്ന ആളുകളെ, ഹാജിമാരെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും, ഉൾദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളെ നോക്കൂ, അതൗനി ശോസൻ ഉദറ, ചപ്രത്തലയന്മാരായും ചുളിഞ്ഞ വസ്ത്രവുമായി, ഇസ്തിരിടാനൊന്നുമില്ലല്ലോ, ചുളിഞ്ഞ വസ്ത്രവുമായും ഒക്കെ എൻ്റെ അടിമകൾ ഇതാ ഒരുമിച്ചിരിക്കുന്നു. തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ദുആ ചെയ്യാൻ അവരവിടെ ഒരുമിച്ചിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി അള്ളാഹു പറയുന്ന ദിവസമാണ്. ആ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് യൗമ അറഫ, ചിലർക്കൊരു ധാരണയുണ്ട് ദുൽഹിജ്ജ 9, ഇനിയിപ്പം സാങ്കേതികമായി ദുൽഹിജ്ജ 9 അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ പോലും ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നൊരു ധാരണ വ്യാപകമായി പ്രചാരത്തിലുണ്ട്. ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണമെന്ന് സ്വഹീഹായി പറഞ്ഞത് കാണാൻ കഴിയില്ല. പിന്നെ അറഫാ ദിനം 9 ആണല്ലോ, നമ്മുടെ നാട്ടിൽ 9 പിന്നെയാണല്ലോ എന്നൊക്കെ ഒരു വിശദീകരണം പറയാം എന്നതിലപ്പുറത്ത് എന്നാൽ ഭൂരിപക്ഷം ഉലമാക്കളും കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമിൻ്റെ ഒരു ഫത്വയിൽ അത് കാണാം. അതേപോലെ തന്നെ ഷെയ്ഖ് അഹ്മദ് നജ്ദി, അതേപോലെ തന്നെ സുലൈമാൻ റഹൈലി, ഇവയിൽ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ഈ ഉലമാക്കളൊക്കെ തന്നെയും ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അറഫയെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നവർ അതിനെ തന്നെ പരിഗണിക്കണം. അതുകൊണ്ട് ആ നോമ്പും അതിൻ്റെ പുണ്യവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ, അറഫാ ദിനത്തിൽ അല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു ദിവസത്തിലും അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഹാജിമാരെ കുറിച്ച് മാത്രമല്ല, നോമ്പിനെ കുറിച്ച് നമുക്കറിയാലോ, നോമ്പിന് പ്രത്യേകത ഉണ്ട്. എല്ലാ ദിവസവും അള്ളാഹു ചില ആൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. അറഫാ ദിനത്തിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകും. അപ്പോൾ നമ്മൾ നോമ്പുകാരായിരിക്കുക എന്നുള്ളത് എന്താണ്, അതിനൊരു കാരണം കൂടിയായിത്തീരും. അതുകൊണ്ട് സുന്നത്തായ നോമ്പാണെങ്കിലും സാധിക്കുന്ന ആളുകൾ എന്താണ്, അത് വിട്ടുപോകാൻ പാടില്ല. എന്നിട്ടാണ് അള്ളാഹു മലക്കുകളെ അടുപ്പിച്ചിട്ട് അവരോട് ഈ എന്താണ് ഇവരെക്കുറിച്ച് നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കുകയും അവരെക്കുറിച്ച് അള്ളാഹു അഭിമാനം പറയുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ. മറ്റൊരു പ്രശ്നം നമ്മുടെ മുന്നിലിരിക്കുന്നത് ശനിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ല എന്ന് വ്യാപകമായി പറയുന്നത് കേൾക്കാം. നിങ്ങൾ ശനിയാഴ്ച നോമ്പെടുക്കരുത് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ഹദീസിന് ന്യൂനതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ പറയാണ്, ഇദാ കാന ലി സബബിൻ ഫലാ ബഅസ്, ഒരു കാരണമുള്ള നോമ്പാണ് ശനിയാഴ്ച എടുക്കുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. മിസ്ലാൻ യുസാദിഫ യൗമ അറഫ ഔ യൗമ ആശൂറ, അറഫാ ദിനത്തിലെ നോമ്പോ അല്ലെങ്കിൽ ആശൂറയുടെ നോമ്പോ ശനിയാഴ്ച വന്നാൽ നോമ്പെടുക്കുന്നതിനൊരു കുഴപ്പവുമില്ല. ഔ യഖൂനു മിമ്മൻ യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, ചില ആളുകളുടെ ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് മുറിക്കും. അപ്പോൾ വെള്ളിയാഴ്ച അവർ നോമ്പ് മുറിച്ചു, സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ശനിയാഴ്ച നോമ്പെടുക്കും. ദാവൂദ് നബിയുടെ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചു, അവർക്കും എന്ത് ചെയ്യാം, ശനിയാഴ്ച വന്നാൽ നോമ്പെടുക്കാം. അപ്പോൾ യുസാദിഫു സിയാമഹു യൗമ സബ്ത്, ഇടക്കിടക്ക് യാദൃശ്ചികമായിട്ട് ശനിയാഴ്ചകൾ വരുമല്ലോ, അങ്ങനെ നോമ്പെടുക്കുന്നവർക്ക് ഫഹാദാ ലാ ബഅസ്, അതിനും കുഴപ്പമില്ല. ലാക്കിൻ ലൗ അഫ്റദഹു ലിഗൈരി സബബ്, എന്നാൽ ശനിയാഴ്ച മാത്രം, വെള്ളിയാഴ്ച നോമ്പെടുത്തിട്ടില്ല, ഞായറാഴ്ച നോമ്പെടുത്തിട്ടില്ല, അന്ന് പ്രത്യേകമായ നോമ്പുകളൊന്നുമില്ല, ഞാൻ ഇന്നൊരു സുന്നത്ത് നോമ്പെടുക്കുന്നു, എപ്പോഴും നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാമല്ലോ. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ഒരു നോമ്പെടുത്താൽ നരകത്തെ അള്ളാഹു നമ്മുടെ മുഖത്തിൽ നിന്ന് 70 വർഷം അകലേക്ക് അകറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പെടുത്താൽ അബ്അദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, അള്ളാഹു നരകത്തെ അവന്റെ മുഖത്ത് നിന്ന് 70 വർഷം അകലേക്ക്, ഒരൊറ്റ നോമ്പെടുത്താൽ നരകം 70 വർഷം അകലേക്ക് പോകും. അങ്ങനെ നമുക്ക് നോമ്പെടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം. ശനിയാഴ്ച മാത്രം ഒരു സുന്നത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ ഫമിനൽ ഉലമായി മൻ ഖാല ലാ ബഅസ ബിൽ, അങ്ങനെയാണെങ്കിലും ശനിയാഴ്ച നോമ്പെടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം അറിയാമോ? لأن الذي ورد النهي عن صيامه على وجه صحيح أو بدليل صحيح هو يوم الجمعة، أما يوم السبت فالحديث الوارد فيه قال إن هذا حديث شاذ ولا يعمل به. وممن قال ذلك شيخنا عبد العزيز بن باز وفقه الله ورحمه. ഷെയ്ഖ് ഉസൈമീൻ പറയാണെന്ത്,
ഇനി ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നോമ്പ് നോൽക്കുന്നതിന് വിലക്കിയിട്ടുണ്ടെങ്കിൽ, സ്വഹീഹായ ഹദീസിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച മാത്രമാണ്. വെള്ളിയാഴ്ച നോമ്പെടുക്കരുത് ഹദീസുണ്ട്. വെള്ളിയാഴ്ച മാത്രം നമ്മൾ നോമ്പെടുക്കരുത്. വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നവർ വെള്ളിയും ശനി എടുക്കണം, അല്ലെങ്കിൽ വ്യാഴവും വെള്ളി എടുക്കണം. പ്രത്യേകതയുള്ള വല്ല നോമ്പ് വന്നാൽ വെള്ളിയാഴ്ച മാത്രം എടുക്കാം. വെള്ളിയാഴ്ച അത് മാത്രമാണ് സ്വഹീഹായി വന്നത്. എന്നാൽ ശനിയാഴ്ച നോമ്പെടുക്കരുത് എന്ന് പറയുന്ന ഹദീസ് ഷാദാണ്, ഒറ്റപ്പെട്ട ഹദീസാണ്. വല അമലു ബി, ഷാദായ ഹദീസുകൾ വെച്ച് അമല് ചെയ്യാൻ കൊള്ളുകയില്ല. അങ്ങനെ പറഞ്ഞ ഷെയ്ഖാവുന്നു ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ എന്ന് മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശനിയാഴ്ച നാളെ യൗമ അറഫ നോമ്പ് സൗം നമ്മൾ എടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ജുവൈരിയ റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ളൊരു ഹദീസ് ഇബ്നു ബാസ് തെളിവായി കൊടുത്തിട്ടുണ്ട്. അതും ഉസൈമിനോട് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ജുവൈരിയ ബീവി വെള്ളിയാഴ്ച നോമ്പെടുത്തിരിക്കുന്നു. നബി ചോദിച്ചു, അല്ല ജുവൈരിയ, ഇന്നലെ നീ നോമ്പെടുത്തിട്ടുണ്ടോ? നാളെ നീ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായി നീ നോമ്പെടുക്കരുത്. അപ്പൊ ശനിയാഴ്ച റമദാൻ അല്ലാത്ത ഒരു കാലത്തും ഒരു കാരണവശാലും നോമ്പെടുക്കാൻ പറ്റുകയില്ലായിരുന്നെങ്കിൽ, ഇത് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, പറ്റുകയില്ലായിരുന്നുവെങ്കിൽ നീ നാളെ നോമ്പെടുക്കുമോ എന്ന് നബി ചോദിക്കൂലല്ലോ. അപ്പൊ നാളെ നോമ്പെടുക്കുമ്പോൾ ശനിയാഴ്ച നീ നോമ്പെടുക്കുന്നുണ്ടോ? അപ്പൊ വെള്ളിയും ശനിയും എന്ത് ചെയ്യാൻ നോമ്പെടുക്കാം. ഒരു കാരണവശാലും ശനിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ഈ ഹദീസ് മറുപടിയായിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് കൊടുത്തതും അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 10 ആഗോളതലത്തിൽ തന്നെ അത് മറ്റന്നാളാണ്, ഞായറാഴ്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖിലാഫുൽ മത്ലയിനെ പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്നവർ അങ്ങനെയാണ്. നമ്മളിവിടെ ഏതായിരുന്നാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വയുടെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അമ്മ എന്നാൽ ലൗ തയസ്സറ അൻ യസൂമു ലിറുഅയത്തിൻ വാഹിദ, ഏകമാസപ്പിറവി കൊണ്ട് നോമ്പെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാന അത്യബു വ അഹ്സനു ഇദാ തയസ്സറ ദാലിക്, അത് സാധിക്കുന്ന ആളുകൾക്ക് അതാണ് അത്യബും അഹ്സനും, ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും മികച്ചതും. എന്തുകൊണ്ടാണെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു, കാരണം പറഞ്ഞു. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞിട്ടുണ്ട്, സൂമൂ ലിറുഅയതിഹി, ഹിലാൽ ദർശിച്ചാൽ നോമ്പെടുക്കണം. വഅഫ്തിറൂ ലിറുഅയതിഹി, ഹിലാൽ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം. പെരുന്നാളും എന്താണ്? അത് റുഅയത്ത് അനുസരിച്ച്, റുഅയത്തുൽ ഹിലാൽ അനുസരിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ യഉമുൽ ഉമ്മത കുല്ലഹ, ഇത് ലോകത്തുള്ള എല്ലാ ഉമ്മത്തിനും ആമായി പൊതുവായി വന്നിട്ടുള്ള നിർദ്ദേശമാണ്. അതായത് നിങ്ങളുടെ നാട്ടിൽ മാസം കണ്ടാൽ നോമ്പെടുക്കണം എന്നും ചെയ്തിട്ടില്ല, കൽപ്പനയില്ല. നിങ്ങളുടെ നാട്ടിൽ മാസം കണ്ടാൽ നോമ്പ് മുറിക്കണമെന്നും കൽപ്പനയില്ല. മാത്രവുമല്ല, മുസ്ലിം ഐക്യത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് എവിടെ മാസം കണ്ടാലും അത് സ്ഥിരപ്പെട്ടാൽ. എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചു. എന്ത്? ഫൈദാ തയസ്സറ അൻ യസൂമു ലിറുഅയത്തി സഊദിയ്യ മസല, സൗദി അറേബ്യയിൽ കാഴ്ച കണ്ടാൽ അവർ നോമ്പെടുക്കട്ടെ. ഇത് ഈജിപ്തുകാരോടാണ് പറയുന്നത്. ഈജിപ്തുകാർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഫത്വയാണ്. അവർ നോമ്പെടുക്കുക, അവർക്ക് സാധിക്കുമെങ്കിൽ. ഉദാഹരണമായിട്ട് അതവർക്ക് അത്യബും അഹ്സനുമാണ്, ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും മികച്ചതുമാണ്. ഔ റുഅയത്തു ദൗലത്തിൽ ഇസ്ലാമിയ, ഇനി സൗദി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം. എങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യം? ഖവാരിജികൾ ഭരിക്കുന്ന ഒമാനെ പോലുള്ള രാഷ്ട്രങ്ങളല്ല, മറിച്ച് തഹ്കുമു ബിശറഇല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ച് വിധി നടത്തുന്ന, വതൻഫദു അവാമിറല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന അങ്ങനെയുള്ള ആളുകൾ അറുഇയ ബിശഹാദത്തി ശുഹൂദ്. അതുകൊണ്ട് സാക്ഷ്യം തന്നെ പരിഗണിക്കണം. ഹിലാലിനെ കാണണം. ലാബിൽ ഹിസാബ്, കണക്ക് നിങ്ങൾ അവലംബിക്കരുത്. ചില ആളുകളുടെ ആദ്യമേ കലണ്ടർ അനുസരിച്ച്, കണക്കനുസരിച്ച് ഞങ്ങൾക്ക് ഇന്ന അവസാന പെരുന്നാൾ, ഇന്ന അവസാന നോമ്പ്, അത് പറയാൻ പാടില്ല. ഹിലാൽ നിർബന്ധമാണ്. അപ്പൊ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ട് എന്താണ് ഭരണം നടത്തുന്ന ആ ഒരു രാജ്യത്ത് മാസപ്പറ കണ്ടതായി വിശ്വസ്തമായാൽ നമുക്കിത് രണ്ടും അനുകൂലം. കാരണം നമ്മൾ ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യം സൗദി അറേബ്യ, അവിടെ മാസം കണ്ടതായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളേതായിരുന്നാലും ആരോടും കലഹിക്കാനും തർക്കിക്കാനും ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അഹ്സനും അത്യബുമായി വിഷയങ്ങൾ നടപ്പാക്കുന്ന ഒരു കൊച്ചു സംഘമെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ തന്നെയാണ് ഓരോന്നും പിന്നീട് വളർന്ന് സമൂഹം അത് ഏറ്റെടുക്കുന്നത്. ആ ഒരു ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇൻഷാ അല്ലാഹ്, നമ്മുടെ പെരുന്നാൾ ഞായറാഴ്ചയാണ്. 7:15 നമ്മളിവിടെ നമ്മുടെ ഈദ്ഗാഹ് ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. 7:15 കൃത്യസമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കും. എല്ലാവരും കുടുംബവുമായി എത്തിച്ചേരുക. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ ഹജ്ജ് അല്ലാഹു പൂർണ്ണമാക്കാൻ അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على من لا نبي بعده.